ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് വാക്സിനേഷൻ വളരെ ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ലോകത്തെ ഏറ്റവും വലിയ വാക്സിനേഷൻ ഡ്രൈവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന സംശയമാണ്, എനിക്ക് അവിടുന്ന് സ്ലിപ്പൊന്നും കിട്ടിയില്ല, തിരക്കായിരുന്നു, വാക്സിൻ എടുത്ത് അങ്ങ് പോയതേ ഉള്ളൂ, സ്ലിപ്പൊന്നും കിട്ടിയില്ല. ഞാൻ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും, ഞാൻ വാക്സിൻ എടുത്തെന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും? അപ്പോൾ വാക്സിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അത് അവിടുന്ന് സ്ലിപ്പൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല, യാതൊരു സംഭവം മേടിക്കേണ്ട, വാക്സിനേഷൻ എടുക്കുക, വീട്ടിൽ പോവുക, ഇത് മാത്രം ചെയ്താൽ മതി. അതിനുശേഷം ഈ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത കോവിൻ ആപ്പ് ഉപയോഗിച്ചാണെങ്കിൽ ആ കോവിൻ വെബ്സൈറ്റ് cowin.gov.in ഞാൻ ഒക്കെ ചെയ്ത ആരോഗ്യ സേതുവിനാണ്. അതിനകത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ cowin.gov.in നിന്നാണ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റുന്നത്. അപ്പോൾ രജിസ്റ്റർ ഓർ സൈൻ ഇൻ യുവർ സെൽഫ്, ഇതാണ് രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ചെങ്കിൽ സെയിം വാക്സിൻ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച പോലെ തന്നെ ഇവിടെയും നിങ്ങളുടെ ഫോൺ നമ്പർ, അന്ന് വാക്സിൻ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച അതേ ഫോൺ നമ്പർ തന്നെ കൊടുക്കുക. OTP വരും. നമ്മൾ വെരിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ എത്തും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വാക്സിൻ എടുത്തു. അപ്പോൾ ഇവിടെ ഉണ്ടാവും ഒരു ഫസ്റ്റ് വാക്സിൻ എവിടെ എടുത്തത് എന്ന് പറയും, എവിടെ വെച്ചാണ് എടുത്തത്, ഏത് ഡേറ്റിലാണ് എടുത്തത്, അടുത്ത വാക്സിൻ എപ്പോഴാണ് എടുക്കേണ്ടത്, നമ്മുടെ പാൻ കാർഡിൻ്റെ ഡേറ്റ, ഇയർ ഓഫ് ബർത്ത് ഡേറ്റ എല്ലാം വരും. ഡോസ് 1ൻ്റെ താഴെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഡോസ് 2 എടുത്തതിന് ശേഷം ഇവിടെയും സർട്ടിഫിക്കറ്റ് വരും. ഡോസ് 1ൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. അപ്പോൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, എന്തായാലും ഒന്ന് കാണിക്കാം. സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്, കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. അതിനകത്ത് എവിടെ വെച്ചാൽ എടുത്ത്, ആരാ എടുത്ത്, എല്ലാം, ഏത് വാക്സിനാണ്, കോവിഷീൽഡാണോ കോവാക്സിനാണോ എടുക്കാൻ മറന്നുപോയി എന്നൊന്നും വിചാരിച്ചൊന്നും ബുദ്ധിമുട്ടണ്ട, അതും ഇതിനകത്ത് അടയാളപ്പെടുത്തിയിരിക്കും. അപ്പോൾ അടുത്ത വാക്സിൻ അത് തന്നെ കിട്ടുള്ളൂ. അടുത്ത വാക്സിൻ കോവിഷീൽഡ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അടുത്ത വാക്സിൻ്റെ ബുക്കിംഗ് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.